അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഫീർ ദൃഢനിശ്ചയത്തോടു കൂടി ഇറങ്ങിയിരിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, അതെ, നല്ല രീതിയിൽ ദീൻ പഠിക്കണം. അതെ, വീട്ടിൽ നിന്ന് അതുമല്ലാതെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും ഉമ്മാക്കും ഒക്കെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. ഇനി അതിൽ നിന്നൊരു മാറ്റം വേണം. അതെ, പുളിക്കൽ തറവാട്ടിൽ ശരിക്ക് മതബൗദ്ധിക വിദ്യാഭ്യാസം ആരും അഭ്യസിച്ചിട്ടില്ല. ഭൗതികമായി ഒരുപാട് പഠിച്ചു. BA, MBA, അങ്ങനെ അങ്ങനെ ഒരുപാട് ഡിഗ്രി കാര്യങ്ങൾ എല്ലാം എടുത്തു. പക്ഷേ മതരംഗത്തേക്ക് അവിടെ ആരും വന്നില്ല. അതിൻ്റെതായിട്ടുള്ളൊരു പോരായ്മ പുളിക്കൽ തറവാട്ടിൽ നല്ല രീതിയിലുണ്ട്. എന്നാൽ വീട്ടിൽ നിന്ന് എന്തൊക്കെ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും സഫീർ നേരെ അതാ അവരുടെ പുളിക്കൽ തറവാട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ സിറ്റ് ഔട്ടിൽ തന്നെ അവിടെ ഉമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. വരുന്നുണ്ട്, എന്താന്നാവോ ഇനി പ്ലാനിങ്. ആരൊക്കെ രക്ഷിക്കലും കൊണ്ടുപോകലും ഒക്കെയാണാവോ അവൻ്റെ പ്ലാനിങ്. ഉമ്മ അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു. കടന്നു വന്നു നേരെ ഉമ്മയുടെ അരികിലേക്ക്. ഉമ്മ, അസ്സലാമു അലൈക്കും. എന്നാൽ ഉമ്മ സലാം മടക്കിയില്ല. എന്ന് മാത്രമല്ല, പുച്ഛത്തോടു കൂടി അവനെ ഒരു നോട്ടം. എന്താടാ, കയറി വരാനായോ? എന്നാൽ അപ്പോഴേക്കും ജ്യേഷ്ഠന് വല്ലവരുടെയും കൂടെയല്ലേ നടപ്പ്, പിന്നെന്താ. അതെ, ഇവൻ്റെ നടപ്പത്ര ശരിയല്ല. നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയ പെണ്ണുങ്ങളുടെ കൂടെയാണ് അവൻ്റെ നടപ്പ്. ഉമ്മ ശ്രദ്ധിച്ചാൽ കൊള്ളാം. എന്നാൽ ഈ സമയം സഫീർ ഒരു ഉത്തരവും പറഞ്ഞില്ല. പക്ഷേ അവൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഉമ്മ, ഞാനൊരു സലാം അടക്കിയിട്ട് ആ ഒരു സലാം പറഞ്ഞത് എന്തിനാണെന്ന് ഉമ്മക്കറിയില്ലേ? ഉമ്മയുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ എന്നാണ് അതിനർത്ഥം. അതിന് എനിക്ക് രക്ഷ തന്നില്ലെങ്കിലും ഉമ്മയെങ്കിലും അത് ഒന്ന് മൂളിക്കേട്ടാൽ മതിയായിരുന്നു. അതെ, നിന്റെ രക്ഷ എനിക്ക് വേണ്ട. ഒന്ന് പോയി തരുമോ എൻ്റെ കൺമുമ്പിൽ നിന്ന്? പുളിക്കൽ തറവാടിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന സന്തതി. ഉമ്മ അല്പം ദേഷ്യത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. എന്നാൽ സഫീറിനറിയാം, അറിവില്ലായ്മ കൊണ്ടാണ് ഉമ്മ ഇങ്ങനെയാകുന്നത്. അറിവില്ലായ്മ, അതുകൊണ്ട് മാത്രമാണ്. അറിവുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഉമ്മ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്നാൽ ഇക്കാക്കയും അതുപോലെ തന്നെ തീരെ മദ്രസ പഠനം ലഭിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമല്ല, മതരംഗത്ത് തീരെ പോയില്ല. നിസ്കാരം ഒന്നുമില്ല. ശരി, ഞാനും അങ്ങനെ തന്നെ. പക്ഷെ എനിക്കെന്തെന്നറിയില്ല, ആ ഒരു കോളേജും ആ ഉസ്താദുമാരൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ മനസ്സിനൊരു സന്തോഷം തോന്നി തുടങ്ങുകയാണ്. അത് പഠിക്കണം, പഠിച്ചെടുക്കണം എങ്ങനെയെങ്കിലും. അവൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. എന്നാൽ ഈ സമയം അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഹബീബ് ഉസ്താദ്. ഹലോ, ഉസ്താദേ. അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഗാർഡനിലേക്ക് നടന്നു. വലൈക്കും അസ്സലാം. ആണല്ലേ, ഓക്കെ ഇൻഷല്ലാ. ആ ആ ആ അത് അവനവിടെ അഡ്മിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും, കാരണം ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയല്ലോ, ക്ലാസ് തുടങ്ങിയിട്ട് 2-3 മാസം കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെ തന്നെയാലും പറയാം. ഓക്കെ ഇൻഷാല്ലാ ഉസ്താദേ. എനിക്ക് എന്തെന്നറിയില്ല, അതിയായ ആഗ്രഹം മനസ്സിൽ എന്തൊക്കെയോ തോന്നുകയാണ്. അതെ, എന്തിനപ്പോൾ ഒരുപാട് വാരിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഇന്ന് കഴിഞ്ഞു, പക്ഷെ നാളത്തേക്കായിട്ട് ഒന്നും ഒരു 5 പൈസൻ്റെ കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. അതെ, ഇവിടെയുണ്ട് ഇഷ്ടം പോലെ സ്വത്തും മുതലും സമ്പത്തും ഉണ്ട്. അത് ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നല്ലാതെ ഒരിക്കൽ പോലും നല്ലത് ചിന്തിച്ചിട്ടില്ല. തീർച്ചയായും ഹബീബ് ഉസ്താദ് പറയുന്നു, എന്തായാലും സഫീർ, നിനക്ക് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ആമീൻ ഉസ്താദ്, പ്രാർത്ഥിക്കട്ടോ. അവൻ വീണ്ടും ഫോൺ എടുത്ത് പോക്കറ്റിലിട്ട് അകത്തേക്ക് കയറുമ്പോൾ രൂക്ഷമായ രീതിയിൽ ഉമ്മ നോക്കുന്നു. ഓ, ഇപ്പം ഏതൊക്കെ ഉസ്താദുമാരോടാണല്ലോ കൂട്ടുകെട്ട്. ഉമ്മ, അത് മറ്റൊന്നുമല്ല. ജസീർ എടുത്ത പാടെ പറഞ്ഞു. അവൾക്കുമുണ്ടൊരു ഉസ്താദ്. എപ്പോഴും ഉസ്താദ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഉസ്താദ് തട്ടമിടാൻ പറഞ്ഞു, ഉസ്താദ് നിസ്കരിക്കാൻ പറഞ്ഞു എന്ന് ഒരു 100 വട്ടം പറയും അതിനെക്കുറിച്ച്. അതിനിവൻ പെട്ടുപോയെന്ന് തോന്നുന്നത്. സഫീർ, ഇവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമാണ് നമ്മൾ. ഇവിടെ പല ഗസ്റ്റുകളും എല്ലാം വരും. അതിൻ്റേതായ രീതിയിൽ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. നീ പറഞ്ഞ അതൊന്നും ഇവിടെ നടക്കൂല. ഉമ്മ, അത് ഏതൊരു മുസ്ലിമിനും ഉള്ളതാണ്, അല്ലാതെ ഒരിക്കൽ പോലും ഇല്ലാത്തതല്ല. എന്നാൽ ജ്യേഷ്ഠനും ഉമ്മയും അവനെ കളിയാക്കി ചിരിച്ചു.
അതെ, ഓന് ഏതിലോ പെട്ടിട്ടുണ്ട്, അതാണ്, മറ്റൊന്നുമല്ല. എന്നാൽ സഫീർ വിചാരിക്കുന്നു എത്രയും പെട്ടെന്ന് വിസ എടുക്കണം, അത് ഈജിപ്തിലേക്ക്. അതെ, അവിടെ ഹബീബ് ഉസ്താദിൻ്റെ കൂട്ടുകാരനുണ്ടത്രേ, അളിയനോ കൂട്ടുകാരനോ, ആഷിഖ് ഉസ്താദ് എന്ന പേരുള്ള ഉസ്താദ്. അത് അവരവിടെ പഠിക്കാൻ പോയതാണത്തെ ഉപരിപഠനത്തിന്. ഇൻഷാ അല്ലാ എനിക്കും അതിൻ്റെ ഫസ്റ്റ് ഭാഗമൊക്കെ പഠിപ്പിച്ച് എന്നെ അതിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം ആദ്യം. അത് കഴിഞ്ഞ ശേഷം ഒരു എക്സാം, അതും പാസ്സായി കഴിഞ്ഞാൽ ആ കോഴ്സ് എടുക്കാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വേണ്ടില്ല. എന്നാൽ ഉമ്മയോട് കാര്യം പറഞ്ഞാൽ പറ്റില്ല, പെറ്റുമ്മയാണ്. എത്രയൊക്കെ തന്നെ നെറുകേട് കാണിക്കുന്നുണ്ടെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഉമ്മയോട് പറയാതിരിക്കാൻ പറ്റില്ല. ഉമ്മയും ജസീറും ഇപ്പോൾ നല്ല കൂട്ടാണ്. അവർ ഒന്നായി കഴിഞ്ഞു. അതെ, ജസീറിൻ്റെ കുഞ്ഞിനെയും പെണ്ണിനെയുമൊക്കെ അവിടുന്ന് പുറത്താക്കിയതും അതൊക്കെ ജസീർ മറന്നോ എന്ന് വരെ ചിന്തിച്ചു പോയി സഫീർ ഒരു നിമിഷം. എന്നാൽ വിസ എടുക്കുന്ന കാര്യം ഉമ്മയോട് പറയാഞ്ഞാൽ പറ്റില്ല, പെറ്റുമ്മയല്ലേ, കാര്യം എത്രയൊക്കെ തന്നെയായാലും. പക്ഷെ പറഞ്ഞാൽ തന്നെ എന്നെ ചീത്ത പറയും. എന്നാൽ ആദ്യം തൻ്റെ ഉമ്മമ്മയോടാണ് പറഞ്ഞത്. ഉമ്മമ്മയുടെ റൂമിലേക്ക് പ്രവേശിച്ചുകൊണ്ട്, അല്ലാ, കുട്ടി വന്നോ? എൻ്റെ കുട്ടി എവിടെയായിരുന്നു? ഉമ്മ, ഞാൻ ഒരിടം വരെ പോയതായിരുന്നു. അല്ല, എന്തായി? ആദ്യ മോള് എവിടെ, എന്തെങ്കിലും അറിയോ? എന്തിനാണ് ആ കുട്ടി എങ്ങനെ പറഞ്ഞയച്ചത്? ആ കുട്ടി എന്തൊരു നല്ല മോളായിരുന്നു, എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. എല്ലാം തല്ലിക്കെടുത്ത് തന്നെ അവൾ പോയിക്കോട്ടുമോ. അത് ഇവിടെ നിന്നാൽ അവൾക്ക് ഉള്ളത് നഷ്ടപ്പെടും. ദുനിയാവും ഉണ്ടാവില്ല, ആഹാരം ഉണ്ടാവില്ല, അതേ ഉണ്ടാവുള്ളൂ. മോൻ എന്തപ്പോൾ ഈ പറഞ്ഞത്? അതെ ഉമ്മാമ്മ, എൻ്റെ കുട്ടിക്ക് അതിലൊക്കെ വിശ്വാസമുണ്ടോ? ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റൂരല്ലോ. ഞാൻ എന്തെങ്കിലും നിസ്കരിക്കാനും അതിനൊക്കെ പറയുമ്പോഴേ നിങ്ങളെല്ലാവരും എതിർക്കുമല്ലോ എൻ്റെ മോൻ അതൊക്കെ ഇപ്പോൾ പറ്റുമോ? ഉമ്മ, അതെ, പറ്റണല്ലോ, പറ്റാഞ്ഞാൽ പറ്റില്ലല്ലോ. ദുനിയാവ് ഈ നിമിഷം ഇപ്പോൾ അത് കഴിഞ്ഞു. നാളേക്ക് അത് എങ്ങനെയത് അറിയില്ല. നാളെ നമ്മൾ ഉണ്ടാവോ ഇല്ല ഒന്നും അറിയില്ല. അതുകൊണ്ട് നാളത്തേക്കുള്ളത്, മരണം കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടല്ലോ മോനെ. അത് പറയുമ്പോൾ നിങ്ങളൊക്കെ എന്നെ കളിയാക്കും അല്ലേ? ഇപ്പം എൻ്റെ ഒരു കുട്ടി ഇങ്ങനെ നന്നാകുന്നുണ്ടല്ലോ. ഉമ്മ, ഞാൻ പോവാണ് പഠിക്കാൻ. മോനെ, എന്ത് പഠിക്കാനാ? മതിയില്ലേ, കുറേ പഠിച്ചില്ലേ, കുറേ ഭൗതികം പഠിച്ചു കൂട്ടിയിട്ട് എന്താ? അല്ലമ്മ, അത് ഞാൻ മതപഠനത്തിന് കൂടിയാണ് പോകുന്നത്, ഭൗതികത്തിന് മാത്രമല്ല. മാഷാ അല്ലാ, പഠിച്ചോനെ, എൻ്റെ കുട്ടിനെ പഠിച്ചോൻ കാക്കട്ടെ. അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ആ ഉമ്മമ്മ പറഞ്ഞു, ഞാൻ വിസ എടുക്കാൻ പോവാണ്. പക്ഷെ ഉമ്മയോട് പറഞ്ഞാൽ അവരൊക്കെ എന്നെ കളിയാക്കും. എൻ്റെ കുട്ടി എവിടേക്കാ പോണ്? ഞാൻ ഈജിപ്തിലേക്കാണ് പോകുന്നത്. ഫിറോൻ്റെ ഒക്കെ നാടില്ലേ, അവിടേക്കാണ് പോകുന്നത്. അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ 4 വർഷത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പഠനം ലഭിക്കും. ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പഠിക്കാൻ ഉണ്ടാകും. അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ മാഷാ അല്ലാ, എനിക്ക് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. മോനെ, എൻ്റെ കുട്ടിനെ പഠിച്ചോ നന്നാക്കട്ടെ. എന്നാൽ ഉമ്മമ്മ, ഞാൻ ഇറങ്ങട്ടെ. ഉമ്മയോട് പറഞ്ഞാൽ തീർച്ചയായും അവരെന്നെ കളിയാക്കും, ചീത്ത പറയും. മോനെ, ഉമ്മാനോട് എൻ്റെ ഇഷ്ടം മോനെ. എന്നാലും എൻ്റെ ബാപ്പാൻ്റെ ഉമ്മ എന്നുള്ള നിലക്ക് എന്നോട് പറഞ്ഞാലും എൻ്റെ ദുആയും ഉണ്ടാവും. പക്ഷെ പെറ്റുമ്മ അവൾ തന്നെയല്ലേ, എന്തായാലും ഒന്ന് പറഞ്ഞേക്ക്. അങ്ങനെ ഏതാ അവിടെ നിന്ന് സഫീർ പോരുവാൻ വേണ്ടി നിൽക്കുമ്പോൾ, വിസ എടുക്കുവാൻ വേണ്ടി അതാ ഓഫീസിൽ പോകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ പറയുന്നു, ഉമ്മ, എന്താടാ ഇന്ന് പോകാനൊന്നുമില്ലേ നിനക്ക്? ഇവിടെ നിന്ന് ഇറക്കി വിട്ടവരുടെ കൂടെ അവനിങ്ങനെ വിലസി നടക്കുക. നാണമില്ലല്ലോ സഫീർ തിരക്ക്. ഉമ്മ, ഇനി അതിനെക്കുറിച്ച് പറയില്ല നിങ്ങൾ. പിന്നെ എന്താടാ പറയാൻ ഞാൻ പറ്റും? നീ എന്താ വിചാരിച്ചത്? നീ എവിടെ പോകണം വരുന്നൊക്കെ ഇവിടെ അറിയും. നിന്റെ വിചാരം എന്താ? ഒന്നും ഇവിടെ അറിയുന്നില്ല, കാണുന്നില്ലെന്നോ? നിന്നെയൊക്കെ പെറ്റ് പോറ്റി വളർത്തി എന്നെ വേണം പറയാൻ. എനിക്കൊരു കാര്യം പറയണ്ട. നീ എന്ത് പറയാനാ നിൽക്കുന്നത്? എന്താ ആദ്യമായി കെട്ടാനുള്ള പ്ലാനെങ്ങാനുണ്ടോ നിനക്ക്? പെട്ടെന്ന് ജസീർ, ഉമ്മ, അതാണെന്ന് തോന്നുന്നു. അവൻ്റെ കാട്ടിക്കൂട്ടലെല്ലാം കണ്ടിട്ട് ആദ്യമായി അവനിങ്ങ് കെട്ടിക്കൊണ്ടുവരും തോന്നുന്നുണ്ട്. എടാ, നീ എങ്ങാനാ പണി ചെയ്താലുണ്ടല്ലോ കാല് ഞാൻ വെട്ടും, കരുതിക്കോ. ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്?
ഞാൻ അങ്ങനെ ചെയ്യും, അതെൻ്റെ ഏട്ടത്തി ഉമ്മല്ലേ, അതെൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ. ജ്യേഷ്ഠൻ്റെ ഭാര്യ, അതെ, അവളെക്കുറിച്ചൊരു വാക്ക് ഇവിടെ മിണ്ടിപ്പോരുത്, മനസ്സിലായല്ലോ. ഉമ്മാക്ക് ഇന്നലെ അവളെ കൊണ്ടുവരണമെന്നായിരുന്നു, ഇന്ന് മാറിയിട്ടുണ്ട്. മോനെ, ഓരോരുത്തരും എന്നോട് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയാ? ഞാൻ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ല. ഉമ്മ, ഞാൻ അതിനൊന്നല്ല വന്നത്, എനിക്കുമ്മ പഠിക്കാൻ പോകണം. അപ്പം നീ ഡിഗ്രിയൊക്കെ എടുത്തതല്ലേ, ഇനി എന്ത് പഠിപ്പാ നിനക്ക്? എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കണം. നല്ല കാര്യങ്ങളോ? അപ്പം നീ പഠിച്ചതൊക്കെ ചീത്ത കാര്യങ്ങളാണോ? അല്ല, എനിക്ക് ഇസ്ലാം ദീനിനെ കുറിച്ച് കുറച്ച് പഠിക്കാണ്ട്. അത് കേട്ട് ഉമ്മ ചിരിച്ചു, കളിയാക്കുന്ന രീതിയിൽ. പൊട്ടാ, ആവശ്യത്തിന് പഠിച്ചത് അത് മതി, അത് തന്നെ നീ ശരിക്കും കൊണ്ടു നടക്കുന്നില്ല എന്നിട്ടല്ലേ? എന്താ ഉമ്മ? അല്ലേ, അവൻ പഠിക്കാൻ പോവാണല്ലോ ഇസ്ലാമിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്. എന്നാൽ ശരിക്കും ജസീർ അവനെ കളിയാക്കി. പഠിക്കല്ല, അതിൻ്റെ അപ്പുറം വേണം, എന്നിട്ടാണ് കണ്ടവന്മാരുടെ ഭാര്യമാരെയും കൊണ്ടൊക്കെ നടക്കുന്നത്. എന്നാൽ ഒരു തീരെ അങ്ങ് സഫീറിന് പറ്റിയില്ല. ഇക്കാക്ക, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. അതെ, ഞാനൊരു ഹെൽപ്പ് ചെയ്തു, അതേ ചെയ്തുള്ളൂ, അല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്ത് ഹെൽപ്പാണ് നീ ചെയ്തത്? അതെ, ഞാനൊരു ഡോക്ടറുടെ അടുത്തേക്ക് അവൾ എത്തിച്ചു, അതും അവരുടെ ഫാമിലിയുടെ കൂടെ, അല്ലാതെ ഒരിക്കലും ഞാൻ തനിച്ചല്ല. അതത്ര തെറ്റായിപ്പോയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഒരുപാട് ക്ഷമ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനൊന്നും സംസാരിക്കാനില്ല നിങ്ങളോട്, ഞാൻ പോവാണ് ഇവിടം വിട്ട്. അതായത് എനിക്ക് കുറച്ച് പഠിക്കണം, പഠിക്കുന്നതിന് വേണ്ടി ഈജിപ്തിലേക്ക് പോവാണ്. ഉമ്മ, ഞാൻ വിസ അടിക്കാൻ കൊടുക്കാൻ പോവാണ്. അത് കേട്ട് ഉമ്മയും ജ്യേഷ്ഠനും ചിരിച്ചു എന്നല്ലാതെ അവർ യാതൊന്നും പറഞ്ഞില്ല. അതല്ല, അതിനപ്പുറം അവന് പറയും. ശരിക്കും അനിയനെ കളിയാക്കുന്ന രീതിയിൽ രണ്ടുപേരുടെയും ആ ഒരു സംസാരവും ചിരിയും കണ്ടപ്പോൾ ശരിക്കും അവൻ്റെ മനസ്സ് വല്ലാതെങ്ങ് വേദനിച്ചു പോയി. എന്നാൽ ഈ സമയം ഹബീബ് ഉസ്താദ് അതാ ആഷി ഉസ്താദുമായി സംസാരിച്ചിരുന്നു. അത് എന്തായാലും ഇൻഷാ അല്ലാ നമ്മുടെ ഹാദിയെ കല്യാണം കഴിച്ച വീട്ടിലത്തെ അവിടുത്തെ അനിയനാണെന്ന് പറഞ്ഞു. അവന് കോളേജിലൊക്കെ പഠിച്ച് കുറച്ചൊക്കെ അറിവ് നേടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കയറിക്കോട്ടെ, ഒരാഴ്ചക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്ന്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. എന്നാൽ ആഷി ഉസ്താദിന് അത് വല്ലാത്തൊരു സന്തോഷമായി. റബ്ബേ, എല്ലാവരും പഠിക്കണം, നന്നാവണം, ദീനിൻ്റെ മാർഗത്തിൽ എല്ലാവരും ജീവിക്കണം, അതേ ഉള്ളൂ. അത് എന്തൊക്കെ തന്നെ ആയാലും വേണ്ടില്ല. എന്നാൽ ഒരിക്കൽ പോലും ആ പുളിക്കൽ തറവാട് അത് പണ്ടേ കേട്ടുകഴിവുള്ള തറവാടാണ്. പക്ഷേ അതിൽ നിന്ന് ഇങ്ങനെയൊരു അംഗത്തിന് ഇങ്ങനെയൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഹബീബ് ഉസ്താദും ആഷിഖ് ഉസ്താദും അതിനെക്കുറിച്ച് സംസാരിച്ചു. അത് അവരുടെ ഫാമിലിക്ക് കുറച്ച് ദീനില്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മുടെ ഹാദിയ തിരിച്ചു പോരാനും കാരണം. ഇൻഷാ അല്ലാ ഒരാളൊരു കുടുംബത്തിൽ നന്നായാൽ എല്ലാവരെയും നന്നാക്കിയെടുക്കാനും കഴിയുമല്ലോ ഉസ്താദെ. അങ്ങനെ അതാ സഫീർ വിസയടിക്കാൻ കൊടുത്തു. അവൻ വെയിറ്റ് ചെയ്യുകയാണ്, എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. ഇവരുടെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും കേട്ടുമടുത്തു. ശരിയാണ്, ഉമ്മയാണ്, ജ്യേഷ്ഠനാണ്, എന്നാലും ഉമ്മമ്മക്ക് എന്നോട് സ്നേഹമുണ്ട്. ഉമ്മമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഉമ്മമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ കുട്ടി നന്നാവും, എൻ്റെ കുട്ടി പോയി നന്നായി വരി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സമയം അതാ ആഷി ഉസ്താദിൻ്റെ പെങ്ങൾ, അവൾ അന്നും ക്ലാസ്സിലേക്ക് എത്തിയിട്ടില്ല. ഹാദിയ ക്ലാസ്സിലുണ്ട്. എന്നാൽ അന്ന് അവൾ ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഐഷു എന്താ വരാത്തത്? ഹാദിയ, അത് ഞാൻ പറയാം, പിന്നെ അവൾക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാണ്. അവൾ അത് മാത്രം ചോദിച്ചു എന്നല്ലാതെ വേറെ ഒന്നും ചോദിച്ചില്ല കാര്യമായിട്ട്. പക്ഷേ ആഷി ഉസ്താദ് നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് അങ്ങോട്ടെത്തണം നമ്മുടെ സഫീർ. അതെ, ഇൻഷാ അല്ലാ അവിടെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്ന് പിന്നീട് തിരിച്ച് അവരുടെ വെക്കേഷൻ കഴിയുമ്പോൾ ഒരുമിച്ച് പോകാനാണ് പ്ലാനിങ്. അതിനു മുമ്പായിട്ട് അവിടെ ഒന്ന് കാണുക എന്നതൊക്കെ തന്നെയാണ് ലക്ഷ്യം. അല്ലെങ്കിൽ വീട്ടിൽ നിന്നിട്ടെന്താ, അതെ, പുറം ലോകമൊന്ന് ചുറ്റി കാണണം, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പഠനം കൂടെ, അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. എന്നാൽ ഹാദിയക്ക് അപ്പോഴും ഭയമുണ്ട്. കാരണം ജസീർ എങ്ങാനും തന്നെ തിരിഞ്ഞു വരുമോ, തന്നെ കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ഭയം അവളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ സഫീർ പോവുകയാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയൊരു പേടിയുമുണ്ട്. കാരണം എനിക്ക് താങ്ങായി തണലായി നിന്നത് അത് എല്ലായ്പ്പോഴും
സഫീർ മാത്രമായിരുന്നു. അല്ലാതെ ആ വീട്ടിൽ വേറെ ആരുമായിരുന്നില്ല. അതെ, തന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തത് സഫീറായിരുന്നു. അതേ, ഒരു ഇത്താത്തയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. എന്നാൽ അന്ന് കോളേജ് കഴിഞ്ഞ് നേരെ ഹബീബ് ഉസ്താദ് പോയത് അതെ നമ്മുടെ ഐഷുവിൻ്റെ വീട്ടിലേക്കായിരുന്നു. ഐഷു, ആ ഇക്ക വന്നോ? എന്താ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ വരായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ നാളെ ക്ലാസ്സിന് പോരാൻ പറ്റൂലേ? ആ, ഇൻഷാ അല്ലാ. പിന്നെ നമ്മുടെ ഹാദ്യ വന്നിട്ടുണ്ടല്ലോ, നീ അറിഞ്ഞില്ലേ? ആ, അത് ഇക്ക വിളിച്ചിരുന്നോ? അപ്പോൾ ഹാദ്യ വന്നുല്ലേ? അതെ, ഹാദ്യ വന്നു മോളെ. നീ ഉണ്ടാകുമ്പോൾ അവൾക്ക് ഒന്നുകൂടി ഹാപ്പി ആയിരിക്കും. അവളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരണം നമുക്ക്. ഇപ്പോഴും ഇടയ്ക്കൊരു ടെൻഷനുള്ള പോലെ ഉണ്ടാകും, എങ്കിലും അവൾ ഹാപ്പിയാണ്. ഇക്ക, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താടി? ആഷിക്ക് വന്നാൽ ഹാദിയെ ആഷിക്കയോട് കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടാലോ? ആ, നല്ല കാര്യം. പക്ഷേ അതിനു മുമ്പായിട്ട് തൊലാക്ക് അത് ആവശ്യപ്പെടണം. അത് അവൾക്ക് ഇഷ്ടമില്ല എങ്കിൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അത് ഒഴിവാക്കുക. പിന്നെ ഇൻഷാ അല്ലാ, പിന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നും അറിയില്ലല്ലോ. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം നീ കേട്ടോ. ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അന്ന് ഹബീബ് ഉസ്താദ് ഐഷുവിൻ്റെ കൂടെ അവിടെ നിൽക്കുന്നു. അവരുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഹാദിയെക്കുറിച്ചും അവരുടെ ആഷി ഉസ്താദിനെക്കുറിച്ചും. അതെ, ഐഷുവിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. എന്തൊക്കെ തന്നെയാലും നാളെ കോളേജിലേക്ക് ചെന്നിട്ട് ഹാദിയയോട് എല്ലാം ചോദിച്ചറിയണം. അവരുടെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും അതിനനുസരിച്ച് എല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷം എൻ്റെ ഇക്കാക്കയുമായുള്ള ആ ഒരു നിക്കാഹ്, അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതെ, ഹാദിയക്ക് ഇഷ്ടപ്പെട്ട ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം ലഭിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.